സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള 1ാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത്, വില്ലേജ്, പാസ്പോർട്ട്, മോട്ടോർ വാഹന സേവനങ്ങൾ, +1 ഡിഗ്രി രജിസ്ട്രേഷനുകൾ, പോലീസ് ക്ലിയറൻസ്, ഗ്രാന്റ് സ്കോളർഷിപ്പുകൾ, ക്യാമറ ഫൈൻ, പോളി അഡ്മിഷൻ, ഫോട്ടോസ്റ്റാറ്റ്, ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു. ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം, ചേലക്കര. ഫോൺ 8078053725 9048663725. തിരുവല്ലാമല ബസ് സ്റ്റാൻഡിന്റെ ദുരവസ്ഥ ചൂണ്ടിക്കാണിച്ച് റൈറ്റ് വിഷൻ പുറത്തുവിട്ട വാർത്തയ്ക്ക് പ്രതികരണവുമായി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ. നിരവധി ഭക്തജനങ്ങൾ വരുന്ന ഒരു ആരാധനാലയമാണ് തിരുവല്ലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രമെന്നും അതിനാൽ തന്നെ ഭക്തർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകേണ്ടത് അത്യാവശ്യമാണെന്നും കെ രവീന്ദ്രൻ പറഞ്ഞു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പൂർണ്ണ സഹകരണം ഉണ്ടായിരിക്കുമെന്നും ബസ് സ്റ്റാൻഡ് പ്രാവർത്തികമാക്കാൻ ആവശ്യമായ നടപടികൾ ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തിരുവല്ലാമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ധാരാളം ഭക്തജനങ്ങൾ വരുന്നതാണ്. അപ്പോൾ ആ ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ, ബസ് സർവീസ് കൂടി ലഭ്യമാകേണ്ടതാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് എന്ത് സഹകരണം വേണമെങ്കിലും നമുക്ക് നൽകാൻ കഴിയും. പക്ഷേ ബസ് സ്റ്റാൻഡ് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി അടിയന്തരമായ നടപടി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പോൾ എല്ലാ സജ്ജീകരണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഒരുങ്ങി വരുന്നുണ്ട്. അപ്പോൾ ബസ്സുകാരും ബസ്സിൻ്റെ സർവീസ് നടത്തുന്ന KSRTC ആയാലും പ്രൈവറ്റ് ബസ് ഓണേഴ്സ് ആയാലും ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തജനങ്ങൾക്ക് കൂടി സൗകര്യം ഉണ്ടാക്കത്തക്ക രീതിയിൽ അതിൻ്റെ സൗകര്യം വർദ്ധിപ്പിക്കണം, അതിൻ്റെ വിപുലപ്പെടുത്തണം എന്നുകൂടി ഒരു അഭ്യർത്ഥനയാണ് ക്ഷേത്രത്തിൻ്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന രീതിയിൽ. എല്ലാ സൗകര്യങ്ങളും, ഏത് സഹകരണങ്ങൾ വേണമെങ്കിലും നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവും. കാരണം ദേവസ്വം ബോർഡിൻ്റെ പ്രധാനപ്പെട്ട കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വില്വാദ്രിനാഥ ക്ഷേത്രം. കർക്കിടക മാസം 1-ാം തീയതി ജൂലൈ 17-ാം തീയതി മുതൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന നാലമ്പല ദർശനം ആരംഭിക്കുകയാണ്. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയുടെ വടക്കൻ കേന്ദ്രവുമായി ബന്ധപ്പെടുത്തി, പട്ടാമ്പിയുമായി ബന്ധപ്പെടുത്തിയ 4 ക്ഷേത്രങ്ങളിലാണ് ഈ നാലമ്പല ദർശനം ഇവിടെ പ്ലാൻ ചെയ്തത്. കഴിഞ്ഞൊരു 10 വർഷക്കാലമായി നിരവധി ഭക്തജനങ്ങൾ ഈ കാലഘട്ടത്തിൽ ഒരു മാസക്കാലം ഈ ക്ഷേത്രങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു സൗകര്യം കിട്ടാൻ ഈ ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനം കൂടി സജ്ജമാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.